അമ്മേ ശരണം, ദേവീ ശരണം. കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പക്കാവിലെ മീനഭരണിയോടനുബന്ധിച്ച് നടത്തപ്പെടേണ്ട കാവ് തീണ്ടൽ ഇന്ന് പ്രതീകാത്മകമായി നടന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഈ കുംഭമാസത്തിൽ നിങ്ങൾ നടത്തിയത്? മീനമാസമാണെങ്കിൽ 15-ാം തീയതി ആണല്ലോ ഒന്ന്. കോടി കയറി കഴിഞ്ഞാൽ രണ്ടാമത്തെ നാളാണ് നമ്മൾ എടുക്കുക. മീനമാസത്തിലെ നാളെടുക്കുന്നത് ഏപ്രിൽ 9-ാം തീയതിയാണ് അശ്വതി കാവ് തീണ്ടൽ. ഏപ്രിൽ 9. ഇവിടുത്തെ അമ്മയുടെ തിരുത്സവം നടത്തുന്നത് ഏപ്രിൽ 8, 9, 10 തീയതികളാണ്. 7, 8, 9 തീയതികൾ. 4-ാം തീയതി ഏപ്രിൽ 4-ാം തീയതി കോഴിക്കല്ലും മൂടിയതിനു ശേഷമാണ് കോമരങ്ങളൊക്കെ വരിക. ഇത് നടത്തപ്പെട്ടത് 12 വർഷം 13 വർഷം കൂടുമ്പോൾ ഈ നാൾ മുറിഞ്ഞ് പഞ്ചാംഗ സമ്പ്രദായത്തിൽ ഇത് 12 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 12-13 വർഷങ്ങൾ അങ്ങനെയാണ്. ഇത് മുന്നേ എൻ്റെ ഗുരുനാഥനായിരുന്ന ഗോതോർമ്മ തമ്പുരാനുള്ളപ്പോഴാണ് നടന്നിരുന്നത്. അതിന് മുന്നേ ഒരു പ്രാവശ്യം നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അറിവുള്ളൂ. അപ്പോൾ ഇന്ന് നടത്തപ്പെട്ടത് പ്രതീകാത്മകമായ കാവുതീണ്ടലാണ്. മറ്റു വഴിപാടുകളെല്ലാം തൃച്ചന്ദനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏപ്രിലാണ് നടക്കുക. ഇന്ന് അടികൾ കയറി അടച്ചുപൂജ ചെയ്ത് കാവ് തീണ്ടുന്ന ഒരു പ്രതീകാത്മകമായ ചടങ്ങാണ് ഇന്ന് ഇവിടെ നടന്നത്. ഇന്ന് ഇവിടെ സംബന്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12 വർഷത്തിൽ ഒരിക്കലുണ്ടാവുന്ന ഈ അപൂർവ നേട്ടം സാധാരണ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ മാത്രമേ അറിയാറുള്ളൂ. അത് നാട്ടിലുള്ള ആൾക്കാർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഞായറാഴ്ച ഒഴിവുണ്ടോ, ശനിയാഴ്ച ഒഴിവുണ്ടോ, ശിവരാത്രി ഉണ്ടോ, അന്ന് പൊതു ഒഴിവ് ദിവസങ്ങളിലാണ് ഇപ്പോൾ ഭക്തജനങ്ങൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മിക്കവർക്കും അത് അറിയാൻ വഴിയില്ല. ഭഗവതി ശരണം ക്ഷമിക്കുന്നതിനോട്. സാധാരണ രീതിയിലുള്ള ഭക്തൻ എന്നുള്ള നിലയ്ക്ക് ഇത് 12 വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന സമയമാണ്. ഇതിന് മുന്നേയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ഇന്ന് നടന്നത് കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ ഗോതോർമ്മ രാജയ്ക്ക് ശേഷം ഇപ്പോഴത്തെ പുത്തൻകോവിലകത്തെ കുഞ്ഞുണ്ണി രാജാവർകൾ അത് നിമിത്തമായി പുത്തൻകോവിലകം തന്നെ ഇന്ന് തമ്പുരാൻ ഇവിടെ വന്നു. പട്ടുകൂട നിവർത്തി ഇവിടെ നമ്മുടെ വെളിച്ചപ്പാട് സംഘത്തിലെ ആളുകളും നമ്മുടെ ഇവിടുത്തെ നല്ലവരായ നാട്ടിലെ ഭക്തജനങ്ങളും ഇവിടുത്തെ അമ്പലത്തിൻ്റെ അവകാശികളും പ്രത്യേകിച്ച് ഇതിൻ്റെ ഭരണകർത്താക്കളായ ദേവസ്വം ബോർഡിലെ മെമ്പർമാരും പിന്നെ പേരെടുത്ത് പറയാൻ എനിക്കറിയില്ല, സുനിൽ കർത്ത, മറ്റേ വിനോദ്, അതിനോടനുബന്ധിച്ചുള്ള എല്ലാ ആളുകളും കൂടി ഒരുമിച്ച് നിന്ന് ഈ വളരെ നല്ല രീതിയിൽ കാവുതീണ്ടൽ ചടങ്ങ് നടത്തി. ഇന്ന് രാത്രി തുറക്കില്ല. ഇനി നാളെ രാവിലെ 4 മണിക്കാണ് അമ്മയുടെ ദർശനം. ഇവിടെ ഇന്ന് ചടങ്ങ് പങ്കെടുത്തവരും പങ്കെടുക്കാത്തവർക്കുമായിട്ട് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവിദാസൻ, കൊടുങ്ങല്ലൂർ. വഴി കേട്ടോ.